ഹേ ഗായ്സ്, സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഹൈക്യൂ എന്ന് പറയുന്ന ആനിമി സീരീസിന്റെ ഒന്നാമത്തെ സീസണിലെ 5ാമത്തെ എപ്പിസോഡാണ്. സോ ഈ ഒരു എപ്പിസോഡിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ കരാസിനുള്ള എല്ലാ പ്ലേയേഴ്സിന്റെയും ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ ഒരു എപ്പിസോഡിലല്ല നടക്കുന്നത്, അത് അടുത്ത എപ്പിസോഡിലാണ്. പക്ഷേ ഈ ഒരു എപ്പിസോഡിലാണ് അതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു ബേസിക് ഈ ഒരു എപ്പിസോഡ് തരുന്നുണ്ട്. പിന്നെ 1-2-3 ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ ലൈക്ക് അല്ല ടാർഗറ്റ് വെക്കുന്നത്, പകരം കമന്റ് ആണ്. ആദ്യമായിട്ടാണ് നമ്മൾ കമന്റ് ഒക്കെ ടാർഗറ്റ് വെക്കുന്നത്. സോ 50 കമന്റ് എപ്പോഴും വന്നു, അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ടുള്ള 6ാമത്തെ എപ്പിസോഡും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ച് ലൈക്ക് ചെയ്യേണ്ടതല്ല, ലൈക്കും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കഗയാമയാണ് കാണിക്കുന്നത്. കഗയാമയാണെങ്കിൽ തന്നെ ഫുൾ ഫോക്കസ് യൂസ് ചെയ്തിട്ട് ഷോയൊക്കെ ഒരു സെറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. കഗയാമയാണെങ്കിൽ ഒരു സ്നൈപ്പറിന്റെ സ്കോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ വളരെയധികം കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സെറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് നമ്മുടെ ഷോയോ ആദ്യ സ്പൈക്ക് സ്കോർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ നേടിയ പോയിന്റും കൂടി വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഷോയുടെ ടീം സുഖിഷിമയുടെ ടീമിനെക്കാളും ഒരു പോയിന്റ് ലീഡിലാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല ഷോയുടെ ടീം സെറ്റ് പോയിന്റിലും കൂടിയാണ്. സെറ്റ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സെറ്റിൽ 25 പോയിന്റ് ഫസ്റ്റ് സ്കോർ ചെയ്യുന്ന ഒരു ടീം ഫസ്റ്റ് സെറ്റിൽ വിൻ ആവും. അതേപോലെ തന്നെ രണ്ടാം സെറ്റിലും നടക്കുന്നത്. അങ്ങനെ ഈ ഒരു സെറ്റിന്റെ അവസാനത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഷോയുടെ ടീമിന് ഇപ്പോൾ 24 പോയിന്റ് ആണ്. അപ്പോൾ ഇനി ഒരു പോയിന്റ് കൂടി നമ്മുടെ ഷോയുടെ ടീം നേടുകയാണെങ്കിൽ ഷോയുടെ ടീം ആ ഒരു സെറ്റ് വിൻ ആവും. സോ അങ്ങനെയുള്ള ലാസ്റ്റ് പോയിന്റിനാണ് നമ്മൾ സെറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കഗയാമയുടെ ഒരു സെറ്റാണ്. ആ ഒരു സെറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ സുഖിഷിമയാണെങ്കിൽ നിന്നെ ഇനി ഞാൻ സ്പൈക്ക് ചെയ്യാൻ സമ്മതിക്കില്ല എന്നും പറയും നമ്മളെ സുഖിഷിമയാണെങ്കിൽ ഷോയനെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് കഗയാമയാണെങ്കിൽ നമ്മളെ ടാനക്കസാൻ ഇട്ട് കൊടുക്കുകയാണ്. ടാനക്കസാൻ ആ ഒരു ബോൾ കിട്ടിയപ്പോൾ തന്നെ പുള്ളിക്കാരൻ കൂളായിട്ട് തന്നെ ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്യാണ്. സോ അതോടുകൂടി നമ്മളെ ഷോയുടെ ടീം ഫസ്റ്റ് സെറ്റ് വിന്നാവാണ്. ശേഷം ടാനക്കസാൻ ആണെങ്കിൽ ആ ഒരു സ്പൈക്ക് ചെയ്തതിന്റെ പോലെയിൽ നമ്മുടെ സുഖിഷിമയുടെ അടുത്ത് ചാടി കയറുന്നുണ്ട്. അതിനിടയ്ക്ക് ഷോയും അവനെ മോട്ടറാക്കി വിടുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ റെഫറി അടുത്ത സെറ്റിന്, അതായത് രണ്ടാം സെറ്റിന് ടൈമായി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അത് തന്നെ നമ്മളെ ഷോയുടെ ടീമും സുഖിഷിമയുടെ ടീമും മുന്നിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ ആ ഒരു മാച്ച് അവിടെ തുടങ്ങുകയാണ്. പക്ഷെ ഈ ഒരു രണ്ടാം സെറ്റ് ആണെങ്കിൽ അവർ വലിയൊരു കാര്യമായിട്ട് കാണിക്കുന്നില്ല. അതായത് ഈ ഒരു എപ്പിസോഡിൽ പോലും വലിയതായിട്ട് കാണിക്കുന്നില്ല. ഇവർ ചുമ്മാ കുറച്ച് പോയിന്റ് നേടുന്നതും ആ ഒരു കളി ജയിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് നമ്മളെ കഗയാമയും ഷോയുടെയും ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് യൂസ് ചെയ്തിട്ട് നമ്മളെ ഷോയുടെ ടീം ഈ ഒരു മാച്ച് ജയിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു രണ്ടാം സെറ്റിന് ഇവർ കുറെ ഡീറ്റെയിൽ ഒന്നും നൽകുന്നില്ല. അങ്ങനെ ഈ ഒരു മാച്ച് അവസാനിച്ചപ്പോൾ നമ്മളെ കഗയാമക്കും ഷോയോക്കും കറാസിനോ എന്ന് പറഞ്ഞ ടീമിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ കിട്ടിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മളെ ടാനക്കസാനാണെങ്കിൽ ക്യാപ്റ്റൻ ഡൈസിനടുത്തും സുഗാവറ സാറിനടുത്തും നിങ്ങൾ എങ്ങനെയാണ് ഷോയും കഗയാം നല്ലൊരു ഡുവായി മാറിയിരിക്കും എന്ന് അവരുടെ കളി കുറച്ചു നേരം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിച്ചത്. ഇതിന് മറുപടിയായി സുഗാവറ സാൻ പറയുന്നുണ്ട്, ഞാൻ അത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമില്ല. നമ്മുടെ കഗയാമ അവന്റെ സ്കില്ല് യൂസ് ചെയ്തിട്ട് നമ്മളെ ഷോയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഷോയോ അവന്റെ ചാമ്പ്യൻ സ്കില്ല് യൂസ് ചെയ്തിട്ട് നല്ലൊരു സ്പൈക്കും ചെയ്യും. ഇത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ക്യാപ്റ്റൻ ഡൈച്ചും പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. കഗയാമയുടെ ആർക്കും സ്പൈക്ക് ചെയ്യാൻ പറ്റാത്ത ആ ഒരു സെറ്റുകൾ അത് നമ്മളെ ഷോയോക്ക് സ്പൈക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഷോയോക്ക് അവന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള സെറ്റുകൾ സ്പൈക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കഗയാമ അവന്റെ ആ ഒരു കാൽക്കുലേഷനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ സെറ്റ്, അതേപോലെ തന്നെ ഷോയയുടെ ഉയരത്തിൽ ചാടാനുള്ള കഴിവും സ്പീഡും ഈ ഒരു രണ്ട് എബിലിറ്റീസും കമ്പൈൻ ചെയ്തപ്പോൾ ഒരു മാസ്റ്റർ പീസ് അതിൻ്റെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഞാൻ ആദ്യം വിചാരിച്ചത് അവരെങ്ങനെയൊക്കെ കുറെ പ്രാക്ടീസ് ചെയ്തിട്ട് അവർ തന്നെ അവരുടെ കോമ്പിനേഷൻ മാസ്റ്റർ ചെയ്യുന്നതാണ് എന്ന് വിചാരിച്ച് നിന്ന് എനിക്ക് അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വർക്കായി. ഇതിപ്പോ എങ്ങനെ നടന്നു വെച്ചാൽ ഇത് നടക്കാൻ വിധിച്ച പോലെയായിരുന്നു. പക്ഷേ കഗയാമയുടെ ആ ഒരു കാൽക്കുലേറ്റർ ആയിട്ടുള്ള സെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഷോയ്ക്ക് സ്പൈക്ക് ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ ഷോയുടെ ആ ഒരു സ്പീഡും ജമ്പിങ് സ്കില്ലും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കഗയാമയുടെ ആ ഒരു സെറ്റും യൂസ്ലെസ് ആണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷോയോ സുഖിഷിമയുടെ അടുത്ത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷേ സുഖിഷിമയാണെങ്കിൽ അതിനൊട്ടും കൂട്ടാക്കുന്നില്ല. ഷോയോക്ക് വാശി പിടിച്ചിട്ട് അവന്റെ കൈമ കയറിയിട്ട് മര്യാദക്ക് എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് നടാ എന്നും പറഞ്ഞ ഷോയോ അവന്റെ കൈമ പിടിച്ച് കയറുന്ന ആടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷോയും കഗയാമയാണെങ്കിൽ കറാസിനോക്ക് ചേരാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിട്ട് ക്യാപ്റ്റൻ ഡൈച്ചിയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ ഡൈച്ചി ഷിമിസു എന്ന് പറഞ്ഞ ഇവരുടെ വോളിബോൾ ടീമിന്റെ മാനേജറിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് ഒരു സാധനം എടുത്ത് കൊടുക്കാൻ പറയാണ്. അത് മറ്റൊന്നും ആയിരുന്നില്ല, നമ്മുടെ കറാസിനോയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ജേഴ്സിയാണ്. അതല്ലെങ്കിൽ ഒരു കോട്ട് എന്നൊക്കെയാണ് നമുക്ക് പറയാം. സോ ഇതേപോലെ തന്നെ നമ്മുടെ സുഖിഷിമക്കും ഈ ഒരു കോട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇത് ഇടാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമില്ല. പക്ഷെ അവനെല്ലാവരും നിർബന്ധിച്ച കാരണം തന്നെ എല്ലാവരും ഈ ഒരു കോട്ട് ഇട്ട് നിൽക്കുകയാണ്. അതായത് പുതിയതായി ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയേഴ്സ് അവരെല്ലാവരും ഈ ഒരു കോട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ ക്യാപ്റ്റൻ ഡൈച്ചി പുതിയതായി ജോയിൻ ചെയ്ത എല്ലാ ഫസ്റ്റ് ഇയേഴ്സിനും വെൽക്കം ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് പുതിയതായിട്ട് ഒരു ക്യാരക്ടർ വരുന്നത്. അയാൾ അങ്ങോട്ട് വന്നപ്പോൾ തന്നെ വിളിച്ചു പറയുന്നുണ്ട്, നമുക്ക് ആവുബജോസൈ എന്ന് പറയുന്ന ഒരു ടീമിനായിട്ട് പ്രാക്ടീസ് മാച്ച് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. സോ ടോപ്പ് 4 നിൽക്കുന്ന ആവുബജോസൈ എന്ന് പറയുന്ന ടീം കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ട്രിഗർ ആവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഷോയുടെ റിയാക്ഷൻ എന്ന് വെച്ചാൽ, ഓ ടോപ്പ് 4 നിൽക്കുന്ന ആവുബജോസൈനായിട്ട് നമുക്ക് മാച്ചോ എന്നും പറഞ്ഞ് നമ്മളെ ഷോയോ കുറച്ച് എക്സൈറ്റഡ് ആവുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു പുതിയ ക്യാരക്ടർ നമ്മളെ ഷോയുടെയും കഗയാമയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ പേരാണ് ടക്കേഡ ഇറ്റെറ്റ്സു, ഞാൻ നിങ്ങളുടെ ടീമിന്റെ അഡ്വൈസർ ആണ്. ബേസിക്കലി ഈ ഒരു അഡ്വൈസർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ടീമിന്റെ മാച്ച്, അതായത് ഈ ടൂർണമെന്റ് മാച്ചസും
പ്രാക്ടീസ് മാച്ചസ് ഒക്കെ അതിന്റെ ഒരു ഷെഡ്യൂളൊക്കെ നോക്കുന്നത് നമ്മുടെ ടക്കേഡ-സാനാണ്. ശേഷം ടക്കേഡ-സാൻ അവരോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു വോളിബോൾ കളിക്കാനൊന്നും നന്നായിട്ട് അറിയില്ല, അത് കാരണം തന്നെ എനിക്ക് നിങ്ങളെ കോച്ച് ചെയ്യാനും സാധിക്കില്ല, ബാക്കിയുള്ള ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് എന്നോട് ഹെൽപ്പ് ചോദിക്കാം. അപ്പൊ ഷോയും കഗയാമയും ഓക്കെ സാർ എന്ന് പറയുന്നുണ്ട്. ശേഷം ടക്കേഡ-സാൻ ആണെങ്കിൽ നമ്മൾ ക്യാപ്റ്റൻ ഡൈച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ വരുന്ന ചൊവ്വാഴ്ച ടോപ്പ് 4 നിൽക്കുന്ന ഔബജോസെ എന്ന് പറയുന്ന ഒരു ക്ലബിനായിട്ട് നമുക്കൊരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരാകെ ഒരു കണ്ടീഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കഗയാമ ആയിരിക്കണം സ്റ്റാർട്ടിംഗ് സെറ്ററായി നിൽക്കേണ്ടത്, കഗയാമക്ക് പകരം വേറെ സെറ്ററിനെ ഇറക്കാൻ പാടില്ല. ഇത് കേട്ടതും അവിടെ നിൽക്കുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ കറാസ്നോയിൽ ഇപ്പോൾ നിലവിൽ സുഗവാറ-സാനും തന്നെ നമ്മൾ കഗയാമ മാത്രമേ സെറ്റേഴ്സ് ആയിട്ടുള്ളൂ. അത് കാരണം തന്നെ ഈ ഒരു ന്യൂസ് കൂടുതൽ ഷോക്കിംഗ് ആയത് നമ്മൾ സുഗവാറ-സാനാണ്. പിന്നെ ഇത് കേട്ട് നമ്മൾ ടനക്ക-സാൻ പറയുന്നുണ്ട്, അതെന്താ അവർ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കുന്നത്, അവർക്ക് കറാസ്നോ എന്ന ടീമിനായിട്ടാണോ മാച്ച് കളിക്കുന്നത് അതോ കഗയാമിനായിട്ടാണോ, അവരെന്താ നമ്മൾ കറാസ്നോനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണോ എന്നും പറഞ്ഞ് നമ്മുടെ ടക്കേഡ-സാൻ അടുത്ത് ചൂടാവുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ സുഗവാറ-സാൻ ടനക്ക-സാനോട് പറയുന്നുണ്ട്, ടനക്ക നീ കുറച്ചു നേരം നടങ്ങ്, നമുക്ക് ടോപ്പ് 4 നിൽക്കുന്ന ഒരു ടീമിനായിട്ട് പ്രാക്ടീസ് മാച്ച് കളിക്കാൻ പറ്റുക പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. അത് കാരണം ഈ ഒരു ചാൻസ് നമ്മൾ മാക്സിമം മുതലാക്കണം. അതുകൂടാതെ നമ്മളെ കഗയാമയുടെയും ഷോയുടെയും ആ ഒരു ഫാസ്റ്റ് അറ്റാക്ക് ടോപ്പ് 4 നിൽക്കുന്ന ഒരു ടീമിനെതിരെ വർക്കാവാൻ നമുക്ക് ഈ ഒരു മാച്ചിലൂടെ നോക്കാൻ സാധിക്കും. സോ ടോപ്പ് 4 നിൽക്കുന്ന ഔബജോസയ്ക്കെതിരെ പ്രാക്ടീസ് മാച്ച് കളിക്കാൻ നമ്മളെ കറാസ്നോ എന്ന് പറഞ്ഞ ടീം റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ടക്കേഡ-സാൻ ഇവരോട് പറയുന്നുണ്ട്, ചൊവ്വാഴ്ചയാണ് മാച്ച്, അത് കാരണം എല്ലാവരും തന്നെ റെഡി ആയിരിക്കുക, എല്ലാവരും നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് തന്നെ ഉറങ്ങുക, അങ്ങനെ ഇവരുടെ ഹെൽത്തിനെ പറ്റി കുറച്ച് പേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ടീമിലെ എല്ലാവരും ഓക്കെ സാർ എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്, ഇവരുടെ പ്രാക്ടീസ് ഒക്കെ ഇനിയിപ്പോൾ ഒരു വീട്ടിലോട്ട് പോകാൻ നിൽക്കുന്ന ആ ഒരു സമയമാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കഗയാമയാണെങ്കിൽ നമ്മൾ സുഗവാറ-സാൻ ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കഗയാമ സുഗവാറ-സാൻ അടുത്ത് പറയുന്നുണ്ട്, പണ്ടത്തെ എൻ്റെ ടീമേറ്റ്സിൽ ഭൂരിഭാഗം ആൾക്കാരും ഔബജോസെ എന്ന് പറയുന്ന ടീമിലാണുള്ളത്, അത് കാരണം അവർക്ക് എന്നെ ഡൗൺഫാൾ കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ അവർ സെറ്ററാക്കി നിർത്തിയത്, അത് കാരണം സുഗവാറ-സാന് സ്റ്റാർട്ടിംഗ് സെറ്ററായിട്ട് കളിക്കാൻ പറ്റത് എൻ്റെ തെറ്റാണ്, അതുമാത്രമല്ല എനിക്കിപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിംഗ് സെറ്ററായിട്ട് കളിക്കാൻ പറ്റിയത് അവർ തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ്, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ സുഗവാറ-സാനേക്കാളും മികച്ചൊരു പ്ലെയറായി മാറും. ഇതൊക്കെ കേട്ട് നമ്മൾ സുഗവാറ-സാൻ പറയുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്കാണ് എന്നെക്കാളും കൂടുതൽ ടാലന്റും ഫിസിക്കൽ എബിലിറ്റീസും ഒക്കെ ഉള്ളത്, നീ തന്നെയാണ് എന്നെക്കാളും കൂടുതൽ ബെറ്റർ. ഇത് കേട്ടും നമ്മൾ കഗയാമ പറയുന്നുണ്ട്, അതൊന്നും ഒരിക്കലും സത്യമല്ല, സുഗവാറ-സാനാണ് എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്, അതുമാത്രമല്ല ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ ട്രസ്റ്റ് ഒക്കെ സുഗവാറ-സാനുണ്ട്, പക്ഷേ എനിക്ക് അതേപോലെയല്ല. ഇത് കേട്ടും നമ്മൾ സുഗവാറ-സാൻ ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, നീ ഇപ്പോഴും പണ്ടത്തെ ആ ഒരു ഷോക്കിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്, ഇപ്പൊ നീ ഉള്ളത് കറാസ്നോയിലാണ്, ഇവിടെയുള്ള എല്ലാവർക്കും നിന്നെ വിശ്വാസമുണ്ട്, അത് കാരണം നീ നിന്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് നല്ല ആത്മവിശ്വാസത്തോടെ കൂടി തന്നെ കളിക്കുക, ഇവിടെ ആരും നിന്നെ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. ശേഷം അങ്ങോട്ട് നമ്മൾ ടനക്ക-സാനും ഷോയും വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ക്യാപ്റ്റൻ ഡൈച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻ ഡൈച്ചി ഈ ഒരു ഫുഡ് മേടിച്ച കടയുടെ ഓണർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരാന്നറിയെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ഞാൻ എന്തായാലും ചെറിയ ക്ലൂ തരാം, അതൊരിക്കലും ഒരു സാധാരണ കടക്കാരനല്ല, വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഒരു വലിയ റോൾ കളിക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞ് നമ്മളെ ക്യാപ്റ്റൻ ഡൈച്ചി ടീമിലെ എല്ലാ പ്ലേയേഴ്സിനും ഫോർമേഷനൊക്കെ പറയാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇവർക്ക് ഈ ഒരു ഫോർമേഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ടക്കേഡ-സാനാണ്. ആദ്യം തന്നെ സെറ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളെ കഗയാമയും സുഗവാറ-സാനുമാണ് സെറ്റേഴ്സ് ആയിട്ടുള്ളത്. അവരെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞാൽ പ്ലേ മേക്കിങ്ങും പിന്നെ ഒരു കളി നിയന്ത്രിക്കുന്നതും പിന്നെ ഓഫ് കോഴ്സ് നമ്മളെ സ്പൈക്കേഴ്സിനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം പറയുന്നത് വിങ് സ്പൈക്കേഴ്സ് എന്ന പൊസിഷനെ പറ്റിയാണ്. ഈ ഒരു പൊസിഷനിൽ കളിക്കുന്ന നമ്മളെ ക്യാപ്റ്റൻ ഡൈച്ചിയും ടനക്ക-സാനുമാണ്. ഇവരുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു, അതായത് നമ്മളെ ഒഫൻസിലും ഡിഫൻസിലും ഒരേപോലെ തന്നെ ഇവർ പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നെ പറയുന്നത് മിഡിൽ ബ്ലോക്കർ എന്ന് പറയുന്ന പൊസിഷനെ പറ്റിയാണ്. ഈ ഒരു പൊസിഷനിൽ കളിക്കുന്ന നമ്മളെ ഷോയും സുക്കിഷിമയും ആണ്. ഇവരുടെ റോൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിന്റെ അറ്റാക്കുകൾ ബ്ലോക്ക് ചെയ്യുക, പിന്നെ ഇടയ്ക്കൊക്കെ ഒരു സർപ്രൈസ് അറ്റാക്ക് ചെയ്യുക, അതുകൂടാതെ ഒരു ഡീകോയ് ആയിട്ട് ആക്ട് ചെയ്യുക, അതായത് ഈ ഒരു ട്രാപ്പ് ഒക്കെ പോലെ ശരിക്കും വേറെ ആളായിരിക്കും സ്പൈക്ക് ചെയ്യാൻ പോകുന്നത്, പക്ഷെ അവിടേക്ക് നമ്മൾ മിഡിൽ ബ്ലോക്കർ വന്നിട്ട് ഒരു സ്പൈക്ക് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യും. പക്ഷേ ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ ഷോയൊക്കെ മാത്രമുള്ളതാണ്. സുക്കിഷിമയുടെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിന്റെ അറ്റാക്കുകൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈവൻ ദോ ഇവർ രണ്ടുപേരും മിഡിൽ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ പോലും ഇവർക്ക് രണ്ടുപേർക്കും ഒരു വേറെ ജോലിയാണുള്ളത്. അങ്ങനെ നമ്മൾ കഗയാമയാണെങ്കിൽ ഷോയുടെ അടുത്ത് പറയുന്നുണ്ട്, നീയാണ് നമ്മുടെ ടീമിലെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീകോയ്, അത് കാരണം നിനക്കങ്ങനെ അവരെ നല്ലപോലെ വശീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ടീം എന്തായാലും തോറ്റുപോകും. ഇത് കേട്ടതും ഷോയൊക്കെ അതുവരെ ഉണ്ടായിരുന്ന ഫുള്ള് മൂഡ് പോവാണ്. എന്നിട്ട് അവൻക്ക് അവന്റെ മേലെ ഒരു പ്രഷർ ഫീൽ ചെയ്യാണ്. അത് തന്നെ നമ്മളെ കഗയാമ അടുത്ത് ക്യാപ്റ്റൻ ഡൈച്ചി പറയുന്നുണ്ട്, നീ ചുമ്മാ അവനെ പേടിപ്പെടുത്തി പ്രഷർ കൊടുക്കണ്ടവന്, അവൻ ഒന്നാമതേ ആദ്യമായിട്ടാണ് റിയൽ മാച്ച് കളിക്കുന്നത്, അതിന്റെ പ്രഷറിലാണ് അവൻ ഓൾറെഡി ഉള്ളത്, അതിന്റെ മേലെ കൂടെ നീയും കൂടി പ്രഷർ കൊടുത്ത് അവന് താങ്ങാൻ കഴിയില്ല. ശേഷം ടനക്ക-സാൻ വന്നിട്ട് നമ്മളെ ക്യാപ്റ്റൻ ഡൈച്ചിയുടെ അടുത്ത് പറയുന്നത്, ഷോയൊക്കെ നല്ല ഉയരത്തിൽ ചാടാൻ കഴിയുന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് ടീം സ്പൈക്ക് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഷോയൊക്കെ കൃത്യമായിട്ട് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അതിന് മറുപടി നമ്മളെ
ക്യാപ്റ്റൻ ഡൈസി പറയുന്നുണ്ട് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പുതിയൊരു പ്ലാൻ ആയിട്ട് വന്നിരിക്കുന്നത്. സുക്ഷിമയ്ക്ക് എന്തായാലും ഹൈറ്റുള്ള കാരണം അവന് ആ ഒരു സ്പൈക്കൊക്കെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഷോയെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്പൈക്ക് നമ്മൾ ഷോയുടെ കൈമാറ്റി അതിന്റെ സ്പീഡ് കുറക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഷോയുടെ കൈമ ആ ഒരു ബോൾ തട്ടാണെങ്കിൽ തന്നെ ആ ഒരു ബോളിന്റെ സ്പീഡ് കുറയും. സോ അങ്ങനെ വരുന്ന ഒരു ബോളിനെ നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് കേട്ട് ടനക്കസാൻ പറയുന്നുണ്ട് ഇത് നല്ല ഗുഡ് പ്ലാൻ തന്നെയാണ്. പക്ഷേ ഷോയൊക്കെ ഇതൊരു പ്രാക്ടീസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ക്യാപ്റ്റൻ ഡൈസി പറയുന്നുണ്ട് നമ്മളെന്തായാലും ഞാൻ പ്രാക്ടീസ് മാച്ച് അല്ലേ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മാച്ചിൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ശേഷം നമ്മൾ സുഖവർസാനാണെങ്കിൽ കഗയാമിനെ ഷോയും കൂട്ടിയിട്ട് കറാസ്നോയിലെ ക്ലബ് റൂം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഷോയ ആണെങ്കിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്ലബ് റൂം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത്. അങ്ങനെ നമ്മളെ ഷോയ അവിടേക്ക് വന്ന ആ ഒരു ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ടനക്കസാൻ ചോദിക്കുന്നത്, ഷോയോ നീ നാളെ നടക്കാൻ പോകുന്ന കളിയിൽ എക്സൈറ്റഡ് അല്ലേ? ആബുജോസി എന്ന് പറഞ്ഞ ടീമിന്റെ സ്റ്റേഡിയം ഒക്കെ വളരെയധികം വലുതാണ്. അതുപോലെ തന്നെ അവരുടെ പ്ലേയേഴ്സും വളരെയധികം വലുതാണ്. നീ അവരെ കാണുമ്പോഴേക്കും പേടിച്ചോടുവോ? ഞാൻ പേടിച്ചോടുന്നില്ല. ഞാൻ എന്തായാലും അവരെ ഡിഫീറ്റ് ചെയ്യും. അപ്പോഴാണ് ടനക്കസാൻ ചോദിക്കുന്നത് അതിന് നീ എന്തിനാണ് നിന്റെ ജാക്കറ്റ് കാല് കയറിയിട്ടിരിക്കുന്നത്? അപ്പോഴാണ് നമ്മളെ ഷോയം അത് ശ്രദ്ധിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അവന് നല്ല ഹോപ്പ് വെച്ച കാരണം അവർ നല്ല പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാരണം അവനാണെങ്കിൽ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും മറന്നു പോവാണ്. എന്നിട്ട് ആ ഒരു കളി ജയിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി മാത്രമായിരിക്കുകയാണ്. അത് കാരണം നമ്മളെ ഷോയോ അവിടുന്ന് ഡ്രസ്സ് മാറ്റിയ ശേഷം നൈസായിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിലോട്ട് പോകുന്നതിനടക്കും അവൻ ഇത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാരണം ടീമിന് ഒരു മിസ് പോലും സംഭവിക്കാൻ പാടില്ല, എനിക്കിത് കൊളാക്കാൻ പാടില്ല. അങ്ങനെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ ഒരാൾ വന്ന് തട്ടുന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, അവൻ സുഖിഷിമായിരുന്നു. എന്നിട്ട് സുഖി പറയുന്നുണ്ട് അയ്യോടാ സോറി, നീ നല്ല ചെറുതായ കാരണം എനിക്ക് നിന്നെ കാണാൻ സാധിച്ചില്ല. അപ്പൊ ഷോയ പറയുന്നുണ്ട് ഓ അങ്ങനല്ലേ, അത് കുഴപ്പമില്ലടാ. എന്നിട്ട് നമ്മളെ ഷോയോ ഒന്നും തന്നെ പറയാതെ മുന്നോട്ട് നടന്നുപോയി. ഇത് കണ്ടാണെങ്കിൽ നമ്മളെ സുഖിഷിമൊക്കെ ഞെട്ടുന്നുണ്ട്. ഇവനിതെന്താ പറ്റിയേ? ഇവൻ ഇങ്ങനെയല്ലോ ഉണ്ടാവാറ്. സോ സാധാരണ സമയത്ത് സുഖിഷിമ ഷോയോനെ കളിയാക്കുന്ന സമയത്ത് ഷോയോ അവന്റെ മേലേക്ക് ചാടി കയറാനും ദേഷ്യം പിടിക്കാനൊക്കെ നിൽക്കും. പക്ഷേ ഇപ്പോൾ അവന്റെ മേലുള്ള പ്രഷർ കാരണം അവന് ചുറ്റുഭാഗം ഒക്കെ മറന്നിരിക്കുകയാണ്. അതിനുശേഷം രാത്രി സമയം നമ്മളെ ഷോയോയുടെ വീടാണ് കാണിക്കുന്നത്. ഷോയോക്കാണെങ്കിൽ അർദ്ധരാത്രി ആയിട്ട് പോലും ഉറങ്ങാൻ സാധിക്കുന്നില്ല. എന്നിട്ടാണെങ്കിൽ അയ്യോ എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ലേ, നാളെ ടീമിന് ഒരു തെറ്റും പോലും സംഭവിക്കാതിരിക്കണേ എന്നൊക്കെ അവൻ ഉറക്കെ വിളിച്ച് പറയാണ്. അപ്പോഴാണ് നമ്മളെ ഷോയുടെ അനിയത്തി വന്നിട്ട് മുണ്ടാതെ കിടന്ന് ഉറങ്ങടാ ചേട്ടാ എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നത്. ശരിക്കും ഈ ഒരു സീനോടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഷോയുടെ ലിറ്റിൽ സിസ്റ്ററിനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സീൻ ഇങ്ങനെ കാണിച്ചത്. അതിനുശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കറാസുനിലെ ടീമിലെ എല്ലാ ആൾക്കാരും ആബജോസ എന്ന് പറഞ്ഞ ടീമിനെതിരെ മാച്ച് കളിക്കാൻ പോവാണ്. അതിനുവേണ്ടി എല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരു ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ടനക്കസാൻ ഷോയെ ചോദിക്കുന്നുണ്ട് എന്താണ് ഷോയോ നിനക്ക് ടെൻഷൻ ഉണ്ടോ? അപ്പൊ ഷോയ പറയുന്നുണ്ട് ടെൻഷനോ എനിക്കോ? പക്ഷെ നമുക്ക് അവന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം അവൻ എത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ ഷോയ ആണെങ്കിൽ ടനക്കസാനോട് പറയുന്നുണ്ട് ടനക്കസാൻ ആ ഒരു വിൻഡോ ഒന്ന് തുറക്കോ, പെട്ടെന്ന് വിൻഡോ ഒന്ന് തുറക്ക്. വിൻഡോയാ നീ എന്താ പറയുന്നത്? അപ്പോഴാണ് അവിടെ ഒരു സംഭവം നടക്കുന്നത്. നമ്മുടെ ഷോയോ അവൻ ഫസ്റ്റ് മാച്ച് ആയ കാരണം തന്നെ അവന് നല്ല ടെൻഷൻ കയറിയിട്ട് അവനാണെങ്കിൽ ഇപ്പോൾ ടനക്കസാന്റെ മടിയിൽ വൊമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് കണ്ട് നെട്ടി നിൽക്കുന്ന നമ്മുടെ ഷോയുടെ ടീമേറ്റ്സിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ് എങ്ങനെയാണ് എപ്പിസോഡ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ അടുത്ത മാച്ച് നമ്മുടെ ഷോയോക്ക് ടെൻഷൻ കാരണം കളിക്കാൻ സാധിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ എല്ലാ സീനിയേഴ്സിനും സാൻ എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ഷോയേക്കാളും മുതിർന്ന എല്ലാവർക്കും നമ്മൾ സാൻ എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് ടനക്ക എന്ന് പറയുന്നതിന് പകരം ടനക്കസാൻ എന്നാണ് പറയുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് അവരെ വെറുതെ പേര് മാത്രം വിളിക്കുന്ന സമയത്ത് അതെന്തോ ഒരു ഡിസ്റെസ്പെക്റ്റ് ആയി തോന്നുന്ന പോലെ. സോ അത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.